നമസ്കാരം. യാത്രാ ടിവിയുടെ പ്രയാണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സഞ്ചാരികളുടെ ഇഷ്ട വിനോദ കേന്ദ്രമായ വാഗമണിനടുത്തുള്ള മനോഹര ഗ്രാമമായ പുള്ളിക്കാനത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. എൻ്റെ പേര് ശ്യാം തിരുവഞ്ചൂർ. വെൽക്കം ടു പ്രയാണം. വാഗമണ്ണിൽ നിന്നും ഏലപ്പാറ പുള്ളിക്കാനം റോഡിലൂടെയാണ് ഞാനും സുഹൃത്ത് ജിബിനും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പുള്ളിക്കാനം ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞാർ റോഡിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ പമ്പാണിത്. ഇവിടെ മുള്ളുവേലി ഇട്ടിരിക്കുന്നതിനാൽ അടുത്തേക്ക് പോകുവാൻ കഴിയില്ല. പുള്ളിക്കാനത്തെ ചുംബനമുനമ്പിന് സമീപത്തുള്ള AV വ്യൂ പോയിന്റിനടുത്ത് ടെന്റിൽ താമസിക്കുവാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. കാർ സേഫായ ഒരിടത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ വ്യൂ പോയിന്റിനടുത്തേക്ക് നടക്കുകയാണ്. അത്ര ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് അല്ല. നമ്മൾ എത്തിച്ചേർന്നത് നല്ല സമയത്താണ്. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്നു. ആ കാണുന്നത് ഇല്ലിക്കൽ കല്ലാണ്. അസ്തമയ സൂര്യന്റെ പ്രകാശമേറ്റ് ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം ഇരട്ടിയായിരിക്കുന്നു. ഇവിടെ നിന്നാൽ ദൂരെയായി ഒരു വാട്ടർഫോൾ കാണാം. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇവിടം. അതിമനോഹരമായ ഉദയാസ്തമയ ദൃശ്യം ഇവിടെ നിന്നാൽ കാണാം. ഇവിടെ മറ്റൊരു സംഘം ക്യാമ്പ് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. ടെന്റ് സെറ്റ് ചെയ്യാൻ താമസിച്ചു. നല്ല തണുപ്പും കാറ്റും, അതുകൊണ്ട് ആദ്യം ഒരു കട്ടൻ ചായ തന്നെ ഉണ്ടാക്കി. ഡിന്നറിന്റെ പണിയിലാണ് നമ്മുടെ ജിബിൻ ബ്രോ. ശരാശരി ടെന്റ് ക്യാമ്പിംഗ് ആളുകളുടെ ദേശീയ ഭക്ഷണമായ ബ്രെഡും ഓംലെറ്റും തന്നെയാണ് ആശാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് നൈറ്റ് ഫോട്ടോഗ്രാഫി പരീക്ഷണങ്ങൾ നടത്തിയ ശേഷം ഞങ്ങൾ ടെന്റിലേക്ക് കയറി. പതിനൊന്നരയോടുകൂടി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. രാവിലെ 5:30 പുറത്തേക്കിറങ്ങി.
ഉദയസൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് തിളങ്ങുകയാണ് ഇവിടം. പക്ഷികളുടെ മനോഹരമായ ശബ്ദം. ഇവിടെ നിന്നും സൂര്യോദയം കാണാൻ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. താഴെ പഞ്ഞിക്കെട്ടുകൾ പോലെ ഇടയ്ക്കിടെ കോടമഞ്ഞ് കാണാം. ഇളം വെയിലും തണുത്ത കാറ്റും കൂടി നല്ലൊരു ഫീലാണ് മനസ്സിനും ശരീരത്തിനും. ഇപ്പോൾ ഒരു ചൂട് കട്ടൻ ചായ കൂടി കുടിച്ചാലോ? ഞങ്ങൾ ഇവിടെ നിന്നും പോകാനായി ടെൻറ്റും സാധനങ്ങളും പായ്ക്ക് ചെയ്തു. ഞങ്ങളിവിടെ ഒരു തരി വേസ്റ്റ് പോലും ഇട്ടിട്ടില്ല. എല്ലാം ഒരു കവറിലാക്കി കൊണ്ടുപോകുകയാണ്. മറക്കാനാകാത്ത കുറച്ച് ഓർമ്മകളുമായി താഴേക്കിറങ്ങുകയാണ്. ഇവിടെ അടുത്തുള്ള ചുംബന മുനമ്പ് കണ്ടിട്ട് വീട്ടിലേക്ക് തിരിക്കുവാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇവിടം എസ് വളവെന്നും ചുംബന മുനമ്പെന്നും അറിയപ്പെടുന്നു. ഇവിടെ നിന്നാൽ മനോഹരമായ താഴ്വാര പ്രദേശവും ഇല്ലിക്കൽ കല്ലും കാണാം. ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവതാരം, ഓർഡിനറി, ജോസഫ് തുടങ്ങി നിരവധി മലയാള സിനിമകളുടെ ഇഷ്ട ലൊക്കേഷനാണ് ഈ റോഡ്. ഈ റോഡിപ്പോൾ സിനിമ റോഡ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ മനോഹര ഭൂമിയിൽ നിന്നും തൽക്കാലം ഞങ്ങൾ യാത്ര പറയുകയാണ്. ഇനി പുള്ളിക്കാനം യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും നോക്കാം. AV വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറ പുള്ളിക്കാനം റോഡിലൂടെ പുള്ളിക്കാനം ജംഗ്ഷനിലെത്തി അവിടെ നിന്നും ഇടത്തേക്ക് കാഞ്ഞാർ റോഡിലൂടെ 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ AV വ്യൂ പോയിന്റിൽ എത്താം. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സന്ദർശന സമയം: ഇവിടം സന്ദർശിക്കുവാൻ സൂര്യോദയ സമയവും സൂര്യാസ്തമയ സമയവുമായിരിക്കും ഏറ്റവും അഭികാമ്യം. താമസ സൗകര്യം: താമസിക്കുവാനായി പുള്ളിക്കാനം വാഗമൺ റോഡിൽ ഹോട്ടലുകളുണ്ട്. ടെന്റിൽ താമസിച്ച് മടങ്ങുന്നവർക്ക് ഹോട്ടലുകളിലെ ഫ്രഷ് അപ്പ് സൗകര്യം പ്രയോജനപ്പെടുത്താം. ഞങ്ങൾ കയറിയ ഹോട്ടലിന്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. AV വ്യൂ പോയിന്റിന് സമീപത്തുള്ള മറ്റു കാഴ്ചകൾ: ചുംബന മുനമ്പ്, നല്ല തണ്ണി, വാഗമൺ, കട്ടിക്കയം വാട്ടർഫോൾ, ഇല്ലിക്കൽ കല്ല്. മാലിന്യം വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു സ്ഥലത്തിന്റെ കാഴ്ചകളുമായി പ്രയാണത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.